السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരായ സയ്യിദ് അവറുകൾ, മറ്റു സയ്യിദന്മാർ, ആലിമീങ്ങൾ, നാട്ടിലെ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ സംഗമിച്ചത് അവൻ പൊരുത്തപ്പെട്ട ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ഈ സംഗമിച്ചതുപോലെ അല്ലാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, വളരെ മഹത്തായ ഒരു മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധ അൽഹംദുലില്ലാഹ്, കുറെ നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു നല്ല ഒരു സംരംഭമാണ് മിസ്ബാഹുൽ ഹുദ എന്ന കൂട്ടായ്മ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും വിവിധ നാടുകളിലും അനേകം ശ്ലാഘനീയമായ, പ്രശംസനീയമായ പരിപാടികൾ, പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വരും നാളുകളിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മഹത്തായ റജബ് മാസം നാം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണ്. റജബ് മാസം പിറക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ റമളാനു ശരീഫ് ഇതാ നമ്മളിലേക്ക് അടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. റമളാനു ശരീഫിന് വേണ്ടി ഒരുങ്ങാനും തയ്യാറെടുക്കാനുമുള്ള സമയമാണ് റജബ് പിറന്നതോടുകൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് വലിയ ബറക്കത്ത് ചൊരിയുന്ന മാസമാണ് റജബ് മാസം. ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റജബ് മാസം പിറന്നു കഴിഞ്ഞാൽ അവിടുത്തെ ദുആയിൽ പ്രത്യേകമായ ഒരു ദുആ കൂട്ടിച്ചേർക്കാറുണ്ടായിരുന്നു. ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി കൊണ്ട് ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് പിറന്നാൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അല്ലാഹുവേ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ. മഹത്തായ റമളാൻ മാസം ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ
എന്ന ദുആ അള്ളാന്റെ റസൂൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു. റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് തരണേ. അതെന്തേ? റജബ് മാസത്തിൽ മാത്രം പോരല്ലോ നമുക്ക് ബറക്കത്ത്. നമുക്ക് എല്ലാ മാസങ്ങളിലും എല്ലാ സമയങ്ങളിലും ബറക്കത്ത് വേണം. പിന്നെ അള്ളാന്റെ റസൂൽ ഇതര മാസങ്ങളിൽ ദുആ ചെയ്യാത്ത ഒരു പ്രത്യേക ദുആ, റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമുക്കതിലൊന്ന് മനസ്സിലാക്കാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് പ്രത്യേകമായി ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കാൻ മാറ്റിവെച്ച സമയമാണ് റജബിന്റെ ദിനരാത്രങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് പ്രത്യേകമായി കൊണ്ട് ബറക്കത്ത് ചൊരിയുന്ന സമയങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ. പടച്ച റബ്ബേ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണം അല്ലാഹ് എന്ന് നമ്മൾ അള്ളാഹിനോട് ആ ബറക്കത്ത് ചോദിച്ചു വാങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ റജബിന്റെ പുണ്യം നാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊക്കെയും റജബിന്റെ പുണ്യം ലഭ്യമാവാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കൂടുതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് റജബ് മാസം. പ്രത്യേകമായി കൊണ്ട് നോമ്പെടുക്കൽ പുണ്യമുള്ള ദിവസങ്ങളാണ് റജബിന്റെ ദിവസങ്ങൾ. എത്രയോ ആളുകൾ റജബ് മാസം പിറക്കുമ്പോൾ തന്നെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങും. 96 നോമ്പ് നോൽക്കുക എന്ന ഒരു സംവിധാനം, 96 നോമ്പിന്റെ ഒരു ചര്യ ആളുകളിലൊക്കെ, പഴയ ആളുകളിലൊക്കെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ 96 നോമ്പ് നിൽക്കുന്ന ആളുകളുണ്ട്. റജബ് മാസം മുഴുവനും, ഷഅബാൻ മാസവും റമളാൻ മാസവും, ഇങ്ങനെ 3 മാസം നോമ്പ് നിൽക്കുമ്പോൾ 90 നോമ്പാകുക. റമളാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ട് ശവ്വാലിലെ ഒരു 6 നോമ്പും, അങ്ങനെ 96 ദിവസം നോമ്പ് നോൽക്കുന്നത് അതിന് കുറേ ഗുണങ്ങളും പുണ്യങ്ങളും കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശാരീരികമായി കൊണ്ടും ആരോഗ്യപരമായി കൊണ്ട് കുറേ ഗുണങ്ങളും നേട്ടങ്ങളും നമുക്കതിൽ നിന്ന് ലഭ്യമാവാനുണ്ട്. അപ്പം അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യങ്ങളാണ്. പരിശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിലാണ് അള്ളാന്റെ റസൂലിന് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടായ ദിവസം. അള്ളാന്റെ റസൂലിന് ഏറ്റവും വലിയ സന്തോഷം ലോകത്തുണ്ടായത് പരിശുദ്ധമായിരിക്കുന്ന റജബ് മാസത്തിലാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മഹത്തായ മക്കത്തുൽ മുകറമയിൽ നിന്ന്, മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശവും അതിന്റെ അപ്പുറവും യാത്ര ചെയ്ത് അള്ളാഹുവിനെ കണ്ട ദിവസം രാത്രി, അത് റജബിന്റെ രാത്രിയിലാണ്. റജബ് 27 രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റസൂലുള്ളാഹി തങ്ങൾ നേരിട്ട് കാണുകയാണ്. അവിടുത്തെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണുകയാണ്. ലോകത്ത് ആരും അള്ളാനെ കണ്ടിട്ടില്ല, ദുനിയാവുന്ന ആരും കാണൂല്ല അള്ളാന്റെ റസൂലല്ലാതെ. അള്ളാന്റെ റസൂലിന് അള്ളാഹുവിനെ കാണാനുള്ള ഒരു അവസരം അള്ളാഹു ദുനിയാവിൽ നിന്ന് കൊടുത്തും. അത് ഒറ്റ സന്ദർഭം മാത്രം, ഒരൊറ്റ സമയത്ത് മാത്രമേ അള്ളാന്റെ റസൂൽ അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. വേറെ ലോകത്താരും കണ്ടിട്ടില്ല, ഇനി കാണൂല്ല. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങൾക്ക് നാളെ ആഖിറത്തിലെത്തിയാൽ സ്വർഗ്ഗലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയും. അള്ളാഹു നമുക്കൊക്കെ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുനിയാവെന്ന് റസൂലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇനി ആരും കാണൂല്ല. അത് ഒറ്റ പ്രാവശ്യം മാത്രം, മിഅ്റാജിന്റെ രാത്രിയിൽ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ റസൂലിനെ പ്രത്യേകം ആദരിച്ച് ബഹുമാനിച്ച് അല്ലാഹു തആല ഉദ്ദേശിച്ചതായിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അള്ളാന്റെ റസൂലിനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ളതായിരിക്കുന്ന മറ അങ്ങ് അല്ലാഹു തആല അനാവരണം ചെയ്തപ്പോൾ അള്ളാന്റെ റസൂലിന് അള്ളാഹുവിനെ കാണാൻ സാധിച്ചു. അല്ലാതെ മറ്റാർക്കും കാണാൻ സാധിച്ചിട്ടില്ല. മഹാനായിരിക്കുന്ന മൂസ നബി അലൈഹി സ്വലാം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മൂസ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ അള്ളാഹിനെ കാണാൻ വല്ലാതെ കൊതിച്ചവരാണ്.
വല്ലാതെ ആഗ്രഹിച്ചവരാണ്. കാരണം നമ്മൾ ഒരാളെ ഇഷ്ടം വെച്ചാൽ, ഒരു വസ്തുവിനെ വല്ലാതെ സ്നേഹിച്ചാൽ, പ്രിയം വെച്ചാൽ, ഇഷ്ടം വെച്ചാൽ ആ വസ്തുവിനെ കാണാൻ നമുക്ക് വലിയ കൊതിയാണ്. ഒരാളെ നാം സ്നേഹിച്ചാൽ ആ സ്നേഹഭാജത്തിനെ ഒന്ന് കാണാൻ, ഒരു നോക്ക് കാണാൻ ഏതൊരാളും കൊതിക്കും, ആഗ്രഹിക്കും. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ചത്, സ്നേഹിച്ചത്, പ്രണയിച്ചത് അത് പടച്ച റബ്ബായ അള്ളാഹുവിനെയാണ്. അപ്പൊ ആ അള്ളാഹുവിനെ കാണാൻ വല്ലാത്ത കൊതിയാണ് അവർക്ക്. അള്ളാഹിനെ കാണാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിച്ച് നടന്ന അമ്പിയാക്കൾ, ഔലിയാക്കള്, അള്ളാഹിനോടുള്ള മഹബത്ത്, സ്നേഹം അങ്ങനെയാണ്. ഞമ്മക്കൊന്നും അള്ളാഹിനെ വേണ്ടായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കൊന്നും അള്ളാഹിനെ കാണാനുള്ള ഒരു പ്രിയവും മഹബത്തും ഒരു ആഗ്രഹമൊന്നും നമുക്ക് വരാത്തത്. അള്ളാഹു നല്ല ഈമാനും മഹബത്തും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഊട്ടി ഉറപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂസ നബി അലൈഹി സ്വലാം അള്ളാഹിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അള്ളാഹു തആല പറഞ്ഞു, മൂസ നബിയെ കാണാൻ കഴിയൂല മൂസ നബിയെ. വീണ്ടും മൂസ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സീനാ പർവ്വതത്തിലേക്ക് മൂസ നബി അലൈഹി സ്വലാമിനോട് വരാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ ദാ സീനാ പർവ്വതത്തിൽ മൂസ നബി അലൈഹി സ്വലാം എത്തുകയും അള്ളാഹുവിന്റെ പ്രത്യേകമായിരിക്കുന്ന നൂറങ്ങ് തജല്ലിയായപ്പോൾ, അള്ളാഹുവിന്റെ പ്രത്യേകമായിരിക്കുന്ന പ്രകാശം അങ്ങ് പ്രകടമായപ്പോൾ മൂസ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീഴുകയാണ്. സീനാ പർവ്വതം കിടുകിട വിറക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാമിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ പ്രകാശം ആ നൂറങ്ങ് തജല്ലിയായപ്പോൾ, അതങ്ങ് പ്രകടമായപ്പോൾ ആ സമയം തന്നെ മൂസ നബി അലൈഹിസ്സലാം ബോധം കെട്ട് വീണുപോയി. അള്ളാഹിൻ്റെ റസൂലിന് മാത്രമേ ആ ഒരു സുവർണ അവസരം അള്ളാഹു നൽകിയിട്ടുള്ളൂ. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും യൗമൽ ഖിയാമ കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദർ. സ്വഹീഹായ ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും, നിശ്ചയം മുഅ്മിനീങ്ങളെ നിങ്ങൾ നിങ്ങളെ റബ്ബിനെ കാണും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ സ്വർഗ്ഗലോകത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയും. കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദർ, പൗർണമി രാവിൽ, 14-ാം രാവിൽ നിറചന്ദ്രനെ ജനങ്ങൾ നോക്കിക്കാണുന്നത് പോലെ ഒരാളുടെ കാഴ്ച മറ്റൊരാൾക്ക് തടസ്സമാവാത്ത രൂപത്തിൽ എല്ലാവർക്കും പടച്ച റബ്ബിനെ കാണാൻ കഴിയുന്ന സുന്ദരമായിരിക്കുന്ന മുഹൂർത്തം നാളെ ആഖിറത്തിൽ വരാനിരിക്കുന്നു. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി, ഏറ്റവും വലിയ സന്തോഷവേള അത് അള്ളാഹിനെ കാണുമ്പോഴാണ്. സ്വർഗം എന്ന് പറയുന്നത് എന്തെല്ലാം സുഖത്തിനും സന്തോഷത്തിനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ഏതെല്ലാം ഉണ്ടോ അത് മുഴുവനും സംവിധാനിച്ച ഒരു ലോകമാണ് സ്വർഗലോകം. ആ സ്വർഗലോകത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ ആഹ്ലാദങ്ങൾക്കും വകയുണ്ട്, വകുപ്പുണ്ട്. എന്നാൽ അള്ളാഹിനെ കാണുമ്പോൾ അതുവരെയുള്ള സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ മറന്നു പോവുകയാണ്. ഏറ്റവും വലുത് കിട്ടുമ്പോൾ അതിൻ്റെ താഴെയൊക്കെ മറക്കുമല്ലോ. അള്ളാഹിനെ കാണലാണ് സ്വർഗലോകത്തെ ഏറ്റവും വലിയ അനുഭൂതി. ചില മഹാന്മാര് പറഞ്ഞത് കിതാബിൽ കാണാം. ഔലിയാക്കൾ പടച്ച റബ്ബേ, ആഖിറത്തിൽ എന്നെ നീ നരകത്തിലിട്ടാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ കഴിയണം. എൻ്റെ സ്നേഹഭാജമായ എൻ്റെ മഹബൂബായ നിന്നെ ഒന്ന് എനിക്ക് കാണാൻ കഴിയണം റബ്ബേ. അതിൻ്റെ അപ്പുറം എനിക്ക് ഒരു അഭിലാഷവും ഇല്ല. അതിനുശേഷം നീ എന്നെ നരകത്തിലേക്ക് എറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അവരുടെ ലക്ഷ്യം പടച്ച റബ്ബിനെ പുൽകലാണ്, പടച്ച റബ്ബിനെ പ്രാപിക്കലാണ് അവരുടെയൊക്കെ ലക്ഷ്യം. അങ്ങനെയായിരുന്നു അവരൊക്കെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മളെ നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ ആ സന്തോഷം ലഭിച്ചത് റജബ് മാസത്തിലാണ്. കുറേ ഗുണങ്ങളും പുണ്യങ്ങളുള്ള മാസമാണ് റജബ് മാസം. റജബ് 27-ന് നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. വലിയ കൂലിയുള്ള പ്രത്യേകമായ ഒരു സുന്നത്താണ് റജബ് 27-ന്റെ നോമ്പ്.
ഷഅബാൻ 15 ബറാഅത്ത് ദിനത്തിലെ നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട്. നമുക്കറിയാം, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും നിരാക്ഷേപം നിർവഹിച്ചു പോന്ന സുന്നത്തുകളാണ് അതൊക്കെ. പുത്തൻ ആശയക്കാരും പുത്തൻ വാദികളും പുത്തൻ ലോബികളുടെയും കടന്നുകയറ്റം കൊണ്ട് നമ്മുടെ ഇബാദത്തുകളും എന്തെല്ലാം ആത്മീയ വളർച്ച ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ അത് മുഴുവനും നിർവീര്യമാക്കുക, ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു ഗൂഢതന്ത്രവുമായി കൊണ്ടാണ് പുത്തൻ ലോബികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മുഅ്മിനീങ്ങൾക്ക് ആത്മീയ വളർച്ച ഉണ്ടാണ് ഏതെല്ലാം രംഗണ്ടോ ആ സ്രോതസ്സുകളൊക്കെയും തകർക്കുക എന്നുള്ളതാണ്. ഒരു ദിക്റിന്റെ മജ്ലിസ് അവർക്ക് അന്യമാണ്, സ്വലാത്തിന്റെ മജ്ലിസ് അവർക്ക് നിഷിദ്ധമാണ്. അതുപോലെ തന്നെ മറ്റുള്ളതായിരിക്കുന്ന നോമ്പുകള്, ദുആഇന്റെ മജ്ലിസുകള്, കൂട്ടായിട്ടുള്ള ദുആകള്, ഖുർആൻ പാരായണങ്ങള്, ഇതൊക്കെയും അവർക്ക് അന്യമാണ്. ജനങ്ങളുടെ മനസ്സുകളിൽ ആത്മീയ വളർച്ച ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും മനസ്സുകളിൽ ഒന്ന് പിഴുതെറിയുക എന്നുള്ളതാണ് അവരുടെ ഗൂഢമായിരിക്കുന്ന ലക്ഷ്യം. അതൊക്കെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ സ്വഹാബത്തെ കിറാം മുതൽ നാളിതുവരെ നടന്നു പോകുന്ന മുഴുവൻ കർമ്മങ്ങളും ഇൻഷാ അല്ലാഹ് അത് വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇവിടെ അനുസ്മരണ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ മറ്റു വഅളുകളൊക്കെ നടക്കാനുണ്ട്. ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ ഈ സംരംഭം, ഈ കൂട്ടായ്മയിൽ നാം ഒക്കെ ചേർന്ന് നിന്ന് നല്ല പ്രവർത്തനങ്ങൾക്ക് നാം ഒക്കെയും ശക്തി പകരണമെന്ന് പ്രത്യേകം എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. പരിശുദ്ധ ഖുർആന്റെ മഹത്തായ സൂറത്ത് കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.